അവനോട് വിളിക്കണില്ല. നീ അവനായിട്ട് അതാണ് ഞാൻ എബിയുടെ നമ്പർ നിന്റെ തന്നത്. അപ്പൊ എബി വിളിച്ചോളും. എബി അവന്റെ കൂട്ടുകാരൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ അവന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ കുടിപ്പിച്ചാണ് ഞാൻ. ഞാനൊന്ന് വിളിച്ചോട്ടെ അവൻ ഈ ദിവസം വിളിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ കേസ് അവനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു അവനോട്. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ചോദിച്ചില്ലേ, ഞാൻ വിളിച്ചോ എന്ന് ചോദിച്ചില്ല. നീ വിളിക്കുമ്പോൾ പറയുമല്ലോ എന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കാമെന്ന് വെച്ച് നിന്നായിരുന്നു. അതുകൊണ്ട് അതിട്ട് ചോദിച്ചില്ല. ഞാൻ എന്തായാലും വിളിച്ചോട്ടെ, ഒന്ന് വിളിച്ചൊന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പം വിളിച്ചാൽ കിട്ടുമെന്ന് അറിയില്ല. നടപടിയാവും, ഇത് വൈകുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇവനവിടെ സാജുണ്ടെന്നല്ലേ പുള്ളിയോടെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ചേട്ടൻ അതുപോലെയാണ് ഞാനത് കൊടുത്തു തരുന്നുണ്ട്. നമുക്ക് അവനോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട്, ഒരു തീരുമാനം ആവാണ്ട് എനിക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയുണ്ട് ഞാൻ വിളിക്കാണ്ടിരിക്കണേ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പിന്നെ നമുക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഇതും കൊണ്ടുണ്ട്. പക്ഷെ ഞാനാ പോകുന്ന സമയത്ത് ആർന്നെങ്കിൽ നിനക്ക്, പക്ഷെ അന്ന് 9 വർഷത്തേത് വേണമെന്ന് പറഞ്ഞിട്ട് അവര്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് കൊണ്ടുവരാൻ നോക്കിയനെ. ഞാൻ സെബാസ്റ്റ്യനോട് പറയില്ലായിരുന്നു 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നേ. ലൈസൻസ് എടുത്തിട്ട് 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നു. അത് ഇവിടെ കോഡ് 9 ഹെവി എടുത്തിട്ട് അപ്പം അന്ന് ആ ഡേറ്റ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ നമുക്കും ഇത് ശരിയാവുമെന്ന് നമുക്കും ഉറപ്പില്ലായിരുന്നു. കാരണം ഒന്ന്, നമ്മൾ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് വേണമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കത് കൺഫേം അല്ലായിരുന്നു. അപ്പോൾ പിന്നെ സെബാസ്റ്റ്യനോട് അന്ന് ഞാൻ സെബാസ്റ്റ്യനോടൊന്ന് പറഞ്ഞത്, നടക്കാണെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചാൽ സെബാസ്റ്റ്യനോട് പറഞ്ഞത്. പക്ഷെ അന്ന് അറിഞ്ഞെങ്കിൽ സിമ്പിളായിട്ട് നടക്കുമായിരുന്നു. അതാ പറ്റിയത്. ഞാനിതൊന്ന് കൺഫേം ചെയ്ത് പോട്ടെ, എന്നിട്ട് നമ്മൾ പറയാം. ഹലോ, എടാ മറ്റവൻ വിളിച്ചിട്ടുണ്ടായില്ലോ, വിളിച്ചിട്ടില്ല എപ്പോഴും. ബാംഗ്ലൂർ വിസ അടിക്കുന്നുണ്ടോ ഇപ്പൊ? അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പും കുറച്ചാൾ മുമ്പും ഇതുപോലെ തന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ വിളിച്ചില്ല, അതുകൊണ്ട് പിന്നെ ഇത് പറഞ്ഞ്. അപ്പം എന്നിട്ടും വിളിച്ചില്ല. ഒന്ന് വിളിച്ച് അവനോടൊന്ന് പറയാൻ പറഞ്ഞു, എന്താ സംഭവം എന്നൊന്ന് പറയാൻ പറഞ്ഞു. നമ്മൾ പറയണേലും ഒന്ന് വിളിച്ച് അവനോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ച് കാര്യം ഒന്ന് പറയാം. എന്നിട്ട് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വിളിച്ച് ആലോചിക്കേണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് പറയാം, ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വിളിക്കും.